ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ നിന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് അരിയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് അരി 2-3 വെള്ളം ഒന്ന് കഴുകിയ ശേഷം ഒരു 5 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുള്ള അരിയാണിത്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി അളന്ന അതേ കപ്പിന് 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഈസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശായിട്ട് ഒഴിച്ച് തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. മൊത്തത്തിൽ ഞാനിപ്പം 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഇത് ഒരുപാടങ്ങ് ലൂസായി പോവല്ല്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 7 മണിക്കൂർ ഒന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഓരോ കുഴിയുടെയും 1/4 ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കണം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരും. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത ശേഷവും നമുക്ക് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.